നമ്മൾ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ പേർക്കെങ്കിലും ഏറ്റവും കൂടുതൽ സജഷൻസ് കിട്ടുന്ന ഒരു ഫീൽഡായിരിക്കും സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെ. അതായത് എങ്ങനെ ജീവിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പെരുമാറണം, ഇന്ന ഹാബിറ്റ്സ് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ ജീവിക്കാം, 100 ഹാബിറ്റ്സ് ടു ഫോളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത 3 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നാച്ചുറലി അപ്ലൈ ചെയ്തു പോയ 3 കാര്യങ്ങൾ. എൻ്റെ ലൈഫ് ഒരു രീതിയിലും ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ലൈഫ് ഷേപ്പ് ചെയ്ത 3 കാര്യങ്ങൾ. അത് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാനൊരു വലിയ മ്യൂസിക് ലവർ ഒന്നുമല്ല. മ്യൂസിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതല്ലേ. പക്ഷെ കോവിഡിന്റെ സമയത്ത് എനിക്കൊരു പണി കിട്ടി. കോളേജ് കഴിഞ്ഞ് ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ആ ജോലി വിട്ടു. ആ ജോലി വിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡായി. ബാംഗ്ലൂർ റൂമിലായിരുന്നു, അതും ഒരു പി ജിയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അപ്പോ കോവിഡിന്റെ സമയത്ത് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. ആ റൂമില് നേരത്തെ നിന്ന ഒരാളുടെ യുക്കുലേല ഉണ്ടായിരുന്നു. മറ്റേ ഇൻസ്ട്രുമെന്റ് ഇല്ലേ, അറിയാലോ, ഗിറ്റാർ പോലെ ഇരിക്കും, പക്ഷെ വളരെ ചെറുതാണ്. ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, ജസ്റ്റ് കാഷ്വലി, എല്ലാ ദിവസവും. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പതിയെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പതിയെ ഒരു ഗിറ്റാർ മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് ഗിറ്റാർ മേടിച്ചു, അതും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ആദ്യമായിട്ട് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ശ്രമിച്ചിട്ടെങ്കിലുള്ള എല്ലാവർക്കും അറിയാം എന്ത് ബുദ്ധിമുട്ടാണ് ഒരു ഗിറ്റാറിലെ ഒരു ബേസിക് കോഡെങ്കിലും കറക്റ്റായിട്ട് പിടിച്ച് വായിക്കുക എന്നുള്ളത്, അല്ലെ. പിന്നെയാണ് പാടുക എന്നുള്ളത്. ബട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം എന്തും ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ പോലും വിചാരിച്ചതല്ല ഒരു ഗിറ്റാർ കയ്യിലെടുത്തിട്ട് ട്യൂൺ ചെയ്ത് വായിച്ച് ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ അതിന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ആഗ്രഹം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 സോങ്സ് വായിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു തുടക്കത്തിൽ. അങ്ങനെയാണ് അത് പഠിക്കുകയും ചെയ്തു. അത് പഠിച്ചതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ തന്നെ സോങ്സ് എഴുതാനും തുടങ്ങി. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മ്യൂസിക്കിന്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് കൺസിസ്റ്റൻസി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ നമുക്ക് അത് എന്താണോ ഉദ്ദേശിക്കണത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ തലയിൽ കൂടി, എനിക്ക് ഓർമ്മയുണ്ട് നേരത്തെ, ഇപ്പൊ ജിമ്മിൽ പോയിട്ട് കുറെ നാളായി, ഏറ്റവും കൂടുതൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ തലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജോലിയായിരുന്നു. അതായത് എനിക്കൊരു ക്വാളിറ്റി എറർ കിട്ടി, മാനേജറിന്റെ അടുത്ത് എന്ത് പറയും, എങ്ങനെ ഡീൽ ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ ആലോചനയിലുള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയതും, പിന്നെ അതേപോലെ ആസാമിൽ വെച്ച് വണ്ടിയിൽ നിന്ന് തലയും കുത്തി വീണതും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ തലയിൽ കൂടി ഓടാറ്. ഇപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നല്ല, പക്ഷെ അണ്ടർ കൺട്രോളായി. കാരണം ഞാൻ തലയിലുള്ളത് ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ തുടങ്ങി. ഈ കാണുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ 1 കൊല്ലം മാത്രം ജേർണൽ ചെയ്ത ബുക്കുകളാണ്. ഓരോ മാസം ഓരോ ബുക്ക് അങ്ങനെ ചെയ്തു വന്നു. പക്ഷെ ഇപ്പൊ 2 മാസമായിട്ട് ഞാൻ ഇതും മാറ്റി ഇങ്ങനത്തെ ചെറിയ പോക്കറ്റ് ബുക്കുകളാക്കി. അതായത് ഇതുപോലെ കഥ പോലെ എഴുതുന്നതിന് പകരം ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പോയിന്റുകളെ മാറ്റി. അപ്പോൾ കുറച്ചും കൂടി ഈസി ഉണ്ട്, എന്നാൽ നമുക്ക് നല്ല ക്ലാരിറ്റിയും കിട്ടും. അതായത് നമ്മുടെ തലയിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വെച്ച് കത്തിക്കാണ്ട് നമ്മളൊരു ബുക്കിലേക്ക് ഇറക്കി വെക്കാണ്. അതായത് മറ്റുള്ളവരോട് എപ്പോഴും സംസാരിക്കാനുള്ള ഒരാളാണെങ്കിൽ സംസാരിക്കാം, പക്ഷെ അപ്പോഴും നമ്മൾ ഒരു ബുക്കിൽ പ്രൈവറ്റ് ആയിട്ട് എഴുതി വെക്കുന്നത് പോലെ ഒരു അത്ര ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കാൻ എല്ലാവരുടെ പറ്റില്ലല്ലോ. ഏറ്റവും എളുപ്പമുള്ള കാര്യം ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണത്. അതിന്റെ റീസൺസ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ലൈഫ് അണ്ടർ കൺട്രോൾ എന്ന് നമുക്ക് തന്നെ ആ പാറ്റേണിൽ കൂടി വ്യക്തവും. മൂന്നാമതൊരു കാര്യം, ഒരു ഹാബിറ്റ് ആയിട്ട് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നതും എൻ്റെ ലൈഫ് ഷേപ്പ് ആവുന്നതിനും ട്യൂൺ ആവുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റീഡിങ്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്, ഈ കാണുന്ന ബുക്കുകളെല്ലാം ഞാൻ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഈ ബുക്കിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, എന്ത് പഠിച്ചു, എന്ത് വിസ്റ്റം കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയത് എനിക്കും വായിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, വായിക്കുന്നത് നല്ലതാണ് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചറവറ വായിക്കാൻ തുടങ്ങി. അതായത് ഇന്ന ബുക്കൊന്നൊന്നുമില്ല, ഡിസ്കൗണ്ട് കാണുമ്പോൾ 5 ബുക്കിന് ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് പോയി മേടിക്കും. അതൊക്കെ ഞാൻ നിർത്തി. കാരണം ഇപ്പൊ എനിക്കറിയാം എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന്. എനിക്ക് വൈൽഡ് ലൈഫിനെ കുറിച്ച് വായിക്കാനും ഫൈനാൻസിനെ കുറിച്ച് വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോ അത് മാത്രമേ വായിക്കാറുള്ളൂ. സോ ആരും അങ്ങനെ ബുക്കുകളൊന്നും വായിക്കരുതെന്നല്ല. എനിക്കൊന്ന് സെലക്റ്റീവായിട്ട് വായിക്കുന്നത് നമ്മളെ കൂടുതൽ വായിക്കാനും ആ വായിക്കുന്നതിനെ പറ്റി റിസർച്ച് ചെയ്യാനും അറിയാനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു അതും ഒരു ഡീക്ലറ്ററിന്റെ ഭാഗമാണ്, അല്ലെ.
എല്ലാം ചറ പറയാണല്ലോ ഇന്ന് ഫോൺ ഓപ്പൺ ചെയ്ത റീൽസും ഷോർട്സും എല്ലാം ആയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ കാണുന്നത്, കാണുന്നതിനെ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്ന് അപ്പൊ തീരുമാനിക്കുകയാണ്. സോ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ്. അത് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഹാബിറ്റ്സ് അല്ല, ലൈഫ് ഷേപ്പ് ചെയ്ത ഹാബിറ്റ്സ് ആണ്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് ഫോക്കസ് മോർ, ഡു ലെസ്. കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി, പക്ഷെ അതിൽ നമ്മുടെ ഫോക്കസ് വേണം.